ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു ബീച്ച് വ്ലോഗാണ്. ഉമൽ ഖുവൈനിലെ ബീച്ചിൽ പോയ ഒരു വ്ലോഗാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ച് വ്ലോഗിലോട്ട് കിടക്കാം. UAEയുടെ 7 എമിറേറ്റ്സിൽ പെടുന്ന ഒന്നാണ് ഉമൽ ഖുവൈൻ. ആക്ച്വലി ഷാർജ, ദുബായ് പ്ലേസിനേക്കാളൊക്കെ വളരെ വ്യത്യാസമാണ്. ഇത് ശരിക്കൊരു ഗ്രാമപ്രദേശം പോലെയാണ്. കിളികളുടെയും കോഴിയുടെ ഒക്കെ ഒച്ചയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അത്യാവശ്യം ടൗണിൽ നിന്ന് നല്ല ദൂരം തന്നെ ഉണ്ട് ഇവിടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് ഉമൽ ഖുവൈനിലുള്ള ഞങ്ങളുടെ ഒരു കസിൻ്റെ വില്ലയിലാണ്. സോ ഇവിടെ നിന്ന് ചൂടൊക്കെ മാറി വെയിലാറിയിട്ട് ബീച്ചിൽ പോകാമെന്ന് വെച്ചിരിക്കുന്നു. നച്ചുവിന് മരുഭൂമി കണ്ടിട്ടില്ല, ഒട്ടകം കണ്ടിട്ടില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട്. ചൂട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ചൂട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു സമയത്ത്. ഇതാണ് ടൗൺ വിട്ട് കഴിഞ്ഞ UAEയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അധികം ആരും പ്രതീക്ഷിക്കാത്തൊരു ഭാഗമാണ്. ഒരു കെട്ടിടങ്ങളൊന്നും ഇല്ല, മരങ്ങളൊന്നും ഇല്ലാണ്ടൊരു മരുഭൂമിയാണ്. ഇതിനെ ഫുൾ മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല, പക്ക മരുഭൂമിയല്ല. എന്നാലും എന്താ കണ്ട ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ മാത്രമേ ഉള്ളൂ. ഒരു മരം പോലും മുളച്ചിട്ടില്ല. ഈ കാലാവസ്ഥയിൽ വലിയ കുഴപ്പമില്ല. ചൂട് സമയത്തൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ അവസാനം വൈകുന്നേരത്തെ ചായ കൂടി വരെ കഴിഞ്ഞ് ഞങ്ങളിതാ വൈകുന്നേരം ഒരു 4:30 നമ്മൾ ബീച്ചിലെത്തി. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി താരയുടെ ഫസ്റ്റ് ബീച്ച് വിസിറ്റും നച്ചുവിൻ്റെ സെക്കൻഡ് ബീച്ച് വിസിറ്റും ആണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, വെള്ളത്തിനൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ആക്ച്വലി താരയ്ക്ക് ഭയങ്കര പേടിയാണ്. അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവൾ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങോട്ടേക്ക് എൻ്റെ വന്നില്ല പോയി.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബീച്ച് വിസിറ്റ്. ഞാനും ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷമാണ് ഒരു ബീച്ചിൽ പോകുന്നത്. സോ നല്ലൊരു കാലാവസ്ഥയും നല്ല തണുത്ത കാറ്റൊക്കെ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ്. വീക്കെൻഡ്സിലെ ബിസി ഷെഡ്യൂളിന് ശേഷം ഒരു വീക്കെൻഡ് ഇതുപോലെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നല്ല നമുക്കൊരു റിഫ്രഷിംഗ് മൂഡാണ് നമുക്ക് വരുന്നത്. ഞങ്ങൾ തിരിച്ച് അവരുടെ വില്ലയിലെത്തി. ഇനി നമ്മൾ നേരെ നമ്മുടെ ഷാർജയിലെ വീട്ടിലോട്ട് പോവാണ്. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഇപ്പം ഇറങ്ങിയാലേ ഇനി നേരത്തെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി ബീച്ച് വ്ലോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.